ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എജുപോർട്ട് അഗൈൻ. ദിസ് ഈസ് മീ മാസിൻ ഹിയർ. നമ്മൾ വീണ്ടും ഒരു എക്സാം കാലഘട്ടത്തിലേക്കൂടെ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടെ കാത്തിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ? എന്താണ് ദ പ്രഡിക്ഷൻ? എന്തൊക്കെയായിരിക്കും നമ്മൾ സെക്കൻഡ് ടേമിൽ ജോഗ്രഫിയുടെ പരീക്ഷാ പേപ്പറിൽ പ്രതീക്ഷിക്കേണ്ടത്? അതെങ്ങനെ ക്യാൻസർ ചെയ്യണമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. ഐ നോ ദാറ്റ്. ബട്ട് ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നു. അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കടക്കില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഉത്തരങ്ങളുടെ ആ ഒരു ഹിൻസ് ഞാൻ തന്നിട്ട് പോവുകയും ചെയ്യും. ദെൻ ഉത്തരങ്ങൾ എവിടെ കിട്ടും, എപ്പോൾ കിട്ടും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. യെസ്, ഇന്ന് രാത്രി 7 മണിക്ക് നിങ്ങൾക്കൊരു പ്രഡിക്ഷൻ, നിങ്ങൾക്ക് ഒരു ലൈവ് വീഡിയോ വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ലൈവ് തരുന്നുണ്ട്. ആ ലൈവിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും നമ്മൾ ആൻസർ അടക്കം, എങ്ങനെ ആൻസർ എഴുതണം, എത്ര മാർക്കിന് എഴുതണം, എത്ര മാർക്കിന് എത്രത്തോളം എഴുതണം, എന്തെല്ലാം പോയിന്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം, എന്തൊക്കെ പോയിന്റുകൾ നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം എന്ന കാര്യങ്ങളടക്കം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ വെൽക്കം അഗൈൻ to എജുപോർട്ട് prediction session of geography. യെസ്, നമ്മൾ ജോഗ്രഫിയുടെ prediction സെഷനിലേക്ക് പോകുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, എല്ലാം കൂടെ ചാപ്റ്ററൊക്കെ മിക്സ് ആട്ടോ. മൊത്തം പാർട്ട് 1, 2 എല്ലാം മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ചോദ്യങ്ങൾ തരുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായും പരീക്ഷാ പേപ്പറിൽ പ്രതീക്ഷിച്ചിരിക്കണം. ഓക്കെ, കാരണം നാളെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങളെ പരീക്ഷ കൊണ്ടുപോകണമെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചേ മതിയാകൂ. യെസ്, അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രക്ക് ഫാമിംഗ് ആൻഡ് ഫാക്ടറി ഫാമിംഗ്. നോക്കൂ, 2 ടൈപ്പ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ട്രക്ക് ഫാമിംഗ് എന്താണ്, ഫാക്ടറി ഫാമിംഗ് എന്താണ് അല്ലേ? മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുക. ട്രക്ക് ഫാമിംഗ് എന്നും ഫാക്ടറി ഫാമിംഗ് എന്നുമാണ് പറയുക. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്ന് ട്രക്ക് എന്ന് കേൾക്കുമ്പോൾ എന്ത് ഓർമ്മ വരും? ഒരു വലിയ ട്രക്ക് ഓർമ്മ വരും. യെസ്, അത് തന്നെ. ഏത് കൃഷിയിടത്തിൽ നിന്ന് പ്രോഡക്റ്റ്, ആ ഒരു വിളവുകളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ട്രക്കിൽ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തുന്ന ആ ഒരു സെഷനാണ്, ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രക്ക് ഫാമിംഗ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? ബട്ട് ഫാക്ടറി ഫാമിംഗ് എന്തായിരിക്കും? ഇവിടെ വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരിക്കും അല്ലേ? ആ ബിൽഡിങ്ങിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ കൃഷി ചെയ്യുന്നത് അല്ലേ? ചില കന്നുകാലി വളർത്തലാവാം. ഇപ്പൊ കന്നുകാലികൾ വളർത്താണ്. ബിൽഡിങ്ങിന്റെ ഫ്ലോറുകളിലൂടെ എന്ത് ചെയ്യുന്നു, തൊഴുത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കൃഷി ചെയ്യുന്നു. അങ്ങനെയുള്ള കൃഷി രീതി. ഡിഫറൻസ് കിട്ടിയല്ലോ. ഈ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. എവിടെ വരണം? ലൈവിൽ വരണം കേട്ടോ. യെസ്, നോക്കൂ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. പ്ലാന്റേഷൻ, പലതരം പ്ലാന്റേഷൻ കൃഷി ഉണ്ട്, അറിയാലോ. അതിൽ ഏതെങ്കിലും പ്ലാന്റേഷൻ അഗ്രികൾച്ചറിനെ കുറിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? പ്ലാന്റേഷൻ അഗ്രികൾച്ചറൽ ക്രോപ്സിനെ പറ്റിയുള്ള ചോദ്യം. അതേപോലെ എന്താണ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്നൊരു ചോദ്യവും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. ഉറപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ സെഷനിലൂടെ നിങ്ങൾക്ക് 50-ൽ കൂടുതൽ മാർക്ക്, 52-ൽ കൂടുതൽ മാർക്ക് ഷുവറായിട്ട് മേടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് തോട്ടവിള കൃഷിയെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാപ്പി അല്ലേ, ഏലം, കുരുമുളക്, ഇങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ടല്ലോ. ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. തേയില, അതൊക്കെ പ്ലാന്റേഷൻ ആണല്ലോ. ഇതൊക്കെ പ്ലാന്റേഷൻ ക്രോപ്സ് ആണ്. അപ്പൊ പ്ലാന്റേഷൻ ക്രോപ്സ് എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും. ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് ഏത് എന്നാണ് ചോദ്യം അല്ലേ? വ്യവസായശാലകളുടെ സ്ഥാനത്തെ സ്വാധീനിക്കാത്തത് ഏത്? നെഗറ്റീവാ ക്വസ്റ്റ്യൻ, നെഗറ്റീവാ കണ്ടോ. പക്ഷേ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടെന്ന് പറയും. ഇതിൽ ഓപ്ഷനൊക്കെ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യനിൽ കുറഞ്ഞ 4 ഓപ്ഷനൊക്കെ വന്നിട്ട് അതിലേതാണ് പെടാത്തത് എന്നൊക്കെ ചോദിച്ചതാണ്. പക്ഷേ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഇതല്ല. നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ചാപ്റ്ററിൽ കേട്ടതാണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചോ. പരീക്ഷാ പേപ്പറിലും ഓരോന്നിനെ കുറിച്ചും ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണത്. ഒരിക്കലും സ്കിപ്പ്
ചെയ്യാതെ പഠിക്കേണ്ട ഭാഗം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയ ആ ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ആ ഒരു ഏരിയ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന, നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് പോകാൻ പാടില്ല. യെസ്, classify and prepare notes on industries based on their ownership. മക്കളെ, ഓണർഷിപ്പിന്റെ ബേസിൽ ഇൻഡസ്ട്രിയിലെ അല്ലേ, ബിസിനസ്സുകൾ ഓണർഷിപ്പിന്റെ ബേസിലല്ലേ നടക്കുന്നേ അല്ലേ? എല്ലാം ഒരാളുടെ കയ്യിലാണോ? അല്ല. എല്ലാം സർക്കാരിന്റെ കയ്യിലാണോ? അല്ല. നമ്മൾ അത് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ആ 3 എണ്ണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ പോകാവൂ. ഉറപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഓണർഷിപ്പിന്റെ ബേസിൽ. ഇതേപോലെ ഡിഫറെന്റ് ബേസിസിലുണ്ട് അല്ലേ? ആ ബേസിസുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന് അഗ്രികൾച്ചറിന്റെ ബേസിൽ, ഓണർഷിപ്പിന്റെ ബേസിൽ അല്ലേ, അതിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ ബേസിൽ അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഓരോരോ കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല ബേസിസിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ബേസിസ് വെച്ചിട്ട് നിങ്ങൾ ചോദ്യം പ്രതീക്ഷിക്കണം. ഒരു ബേസിസ് ഞാനിവിടെ ചോദ്യം കൊടുത്തു, ഓണർഷിപ്പിന്റെ ബേസിസ്. അങ്ങനെയാണെങ്കിൽ ഓണർഷിപ്പിന്റെ ബേസ് നമുക്കൊന്ന് പറയാം. 3 തരം ഓണർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? നോക്കൂ, സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറയാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവിൽ പറയും. ലൈവിലേക്ക് വന്നോണം, നിർബന്ധമായിട്ടും വന്നോണം കേട്ടോ. ഓണർഷിപ്പിന്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണർഷിപ്പ് എന്ന് പറയുന്നത് 3 തരമാണ്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ഏതാണ്? അത് പ്രൈവറ്റ് ആയിട്ടുള്ള, നോക്കൂ, പ്രൈവറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പാണ്, സ്വകാര്യ വ്യക്തികളുടെ ഓണർഷിപ്പാണ്. രണ്ടാമത്തത് ഗവൺമെന്റിന്റെ, അതായത് പബ്ലിക് സെക്ടർ ആയിട്ടുള്ള ഓണർഷിപ്പാണ് രണ്ടാമത്. ഇനി മൂന്നാമത്തത് ഉടനെ ഹൈലൈറ്റ്, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള ജോയിന്റ് സെക്ടർ. കണ്ടോ, 3 തരം ഓണർഷിപ്പുകളാണുള്ളത്. അതിൽ ഒന്നാമത്തത് പ്രൈവറ്റ് സെക്ടറാണ്. പൂർണ്ണമായിട്ടും അതിന് ഉടമസ്ഥാവകാശം വ്യക്തി കേന്ദ്രീകൃതമായിരിക്കും, ഇൻഡിവിജ്വൽസിനായിരിക്കും. ദെൻ പബ്ലിക് സെക്ടറിലേക്ക് വരുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി അതിൻ്റെ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് പ്രോസസ് കൈകാര്യം ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ബോഡി ആയിരിക്കും. ദെൻ ഇത് രണ്ടും കൂടെ കുറച്ച് ഭാഗം ഗവൺമെന്റിന്റെയും കുറച്ച് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും കൂടെ ചേർന്ന് നടത്തുന്ന കമ്പനീസ് ഉണ്ട്, ലൈക്ക് മിൽമയൊക്കെ പോലെ, നമ്മുടെ BSNL ഒക്കെ പോലെ. അത്തരത്തിലുള്ള കമ്പനികൾ നമുക്ക് ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രീസിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഹെഡിങ് ബേസിൽ നമ്മൾ തരംതിരിക്കുക എന്ന് പറയുന്നത്, ഓണർഷിപ്പിന്റെ ബേസിൽ കേട്ടോ. ദെൻ നോക്കൂ, വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ? പല ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. അതല്ലെങ്കിൽ ചോദിക്കുക ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേയെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയും. ഇവിടെ രണ്ടും കൂടെ ചേർത്ത് ചോദിച്ചേ, ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ എന്താണ് എന്ന് എഴുതണം. നമുക്കറിയാലോ, ഏത് ഒരു ഭൂഖണ്ഡത്തിന്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയിലെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു റെയിൽവേ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ എന്ന് പറയുന്നത്. ഇനി ആ റെയിൽവേകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സാമ്പിളായിട്ട് ഒന്നിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രാൻസ് കോണ്ടിനെന്റൽ ഹൈവേ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രാൻസ് കനേഡിയൻ ഹൈവേ, ട്രാൻസ് സൈബീരിയൻ ഹൈവേയോ അല്ലെങ്കിൽ ട്രാൻസ് ഓസ്ട്രേലിയൻ ഹൈവേയോ ഏതാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതേണ്ടി വരും? ആ ട്രാൻസ് കോണ്ടിനെന്റൽ ഹൈവേ എവിടെ മുതൽ എവിടെ വരെയാണ്, അതിന് ലെങ്ത് എത്രയോളാണ്, അത് ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള അതിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ടായിരിക്കുകയും വേണം. ഓക്കെ, റൈറ്റ്. ദെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻഷൻ ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് റൈൻ എന്ന് പറഞ്ഞ റിവർ അല്ലേ? ജർമ്മനിയിലെ റൈൻ നദി, ജർമ്മനിയിലും നെതർലാൻഡ്സിലുള്ള ഈ റൈൻ നദിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഉറപ്പുള്ളൊരു ചോദ്യമാണ് റൈൻ നദിയെക്കുറിച്ച്, റൈൻ ജലപാതയെക്കുറിച്ചുള്ള ചോദ്യം. കാരണം കപ്പല് സമുദ്രത്തിൽ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കുന്ന ഒരു നദിയാണ് റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻലാൻഡ് വാട്ടർ വേസിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നത് റൈൻ നദിയെക്കുറിച്ചായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. VIP ക്വസ്റ്റ്യൻ ആണ്, കണ്ടിന്യൂസ്ലി ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് റൈൻ ജലപാതയെക്കുറിച്ചുള്ള ചോദ്യം. സോ സ്കിപ്പ് ചെയ്യാതെ പോവുക. റൈൻ ജലപാതയുടെ പ്രാധാന്യം എന്താണ്, അത് എവിടെ മുതൽ എവിടം വരെയാണ്, ഏതൊക്കെ രാജ്യത്താണ്, ജർമ്മനിയും നെതർലാൻഡും അല്ലേ, ഏതൊക്കെ രാജ്യത്താണ്, അതിന് വേറെ എന്തൊക്കെ പ്രത്യേക ഏത് വ്യവസായവുമായിട്ട്
ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. കൽക്കരി നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ജലപാതയാണിത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുകയും എഴുതുകയും ചെയ്യണം. ഓക്കെ, ദെൻ റൈറ്റ് ദ 3 ക്രോപ്പിംഗ് സീസൺസ്. 3 ക്രോപ്പിംഗ് സീസൺസ്, 3 കാർഷിക കാലങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു കാർഷിക കാലത്തെക്കുറിച്ചെങ്കിലും ചോദ്യം ചോദിക്കാം. ചിലപ്പോൾ 3 ഇതേപോലെ ചോദിക്കാം. ഏതൊക്കെയാണ് 3 ഒന്ന് ഖാരിഫാണ് അല്ലേ. ഒന്നാമത്തത് ഖാരിഫാണ്. രണ്ടാമത്തത് ഖാരിഫ് റാബിയാണ് അടുത്ത സീസൺ എന്ന് പറയുന്നത്. ഓർഡറിൽ പഠിച്ചു വെക്കണം. ദെൻ മൂന്നാമത്തത് സെയ്ദ് ആണ് അല്ലേ. സെയ്ദ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ തന്നെ ഖാരിഫ്, റാബി, സെയ്ദ്. ഇതിൻ്റെ കാലഘട്ടം ഏതാണ്, ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് എന്നുള്ളതും പഠിക്കണം. അതേപോലെ ഈ കാലഘട്ടത്തിൽ ഇറക്കുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്, ക്രോപ്സ് ഏതൊക്കെയാണ്, അതും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ദെൻ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 നാരുവിളകളുടെ പേര് എഴുതുക. 2 നാരുവിളകളെ ഇന്ത്യയിലുള്ളൂ. അപ്പോൾ അതിൻ്റെ പേര് പഠിച്ചോണം. ഏതൊക്കെയാണ് അതിൻ്റെ പേര് മാത്രം പറഞ്ഞുതരാം. ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവിൽ കയറി വന്നോളം. എല്ലാം നിങ്ങൾക്ക് അവിടെ സെറ്റാക്കി തരും. ഒന്നാമത്തേൻ്റെ പേരാണ് പരുത്തി എന്ന് പറയുന്നത്, പരുത്തി അല്ലെങ്കിൽ കോട്ടൺ എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തേൻ്റെ പേരാണ് ജൂട്ട് അഥവാ ചണം എന്ന് പറയുന്നത്. എന്താണ് പറയുക, ചണം അഥവാ ജൂട്ട് എന്ന് പറയുന്നത്. ചാക്കിൽ നമ്മളെ നമ്മളെ ഒരു ചാക്ക് നൂല് കൊണ്ടുണ്ടാക്കുന്ന കാപ്പി കളർ അല്ലെ, ബ്രൗൺ കളറുള്ള ചാക്ക് ഉണ്ടല്ലേ, ആ ഒരു പ്രൊഡക്റ്റില്ലേ, അതാണ് ജൂട്ട് എന്ന് പറയുന്നത്. സെറ്റല്ലേ. യെസ്. മറ്റൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും ഉണ്ട് അല്ലേ. എന്താണ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സ്, അതേപോലെ കൺവെൻഷണൽ എനർജി റിസോഴ്സും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ടേബിൾ വരച്ച് പഠിക്കും. ലൈവിലേക്ക് വന്നു ടേബിൾ വരച്ച് രണ്ടും പട്ടികപ്പെടുത്തി നമ്മൾ പഠിക്കും. ഒരു പേടിയും പഠിക്കണ്ട, ലൈവിലേക്ക് ഇങ്ങ് പോരും. യെസ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷ ഹാളിലേക്ക് പോവുക. ഇത് ഉറപ്പിച്ച് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് മക്കളെ. ഇനി നമുക്ക് ലൈവില് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പരീക്ഷ അങ്ങ് തകർക്കാം. ഓക്കെ അല്ലേ. യെസ്. അപ്പൊ എല്ലാവരെയും ലൈവിൽ കാണുന്ന പ്രതീക്ഷയോടെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച് ലൈവിലേക്ക് വരിക. കേരളത്തിലെ ജോഗ്രഫി കമ്മ്യൂണിറ്റിക്ക് ഒരേ ഒരു ലൈവ്, ഒരേ ഒരു പ്രഡിക്ഷൻ വീഡിയോ, ഒരേ ഒരു സപ്പോർട്ട്, അത് എജുപോർട്ടിൽ മാജിൻ സാറിന്റെ സപ്പോർട്ട് മാത്രമായിരിക്കും. സോ നമ്മൾ ഇന്ന് തകർക്കുന്നു. കമോൺ, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ടാറ്റ, ബൈ ബൈ.